Shiblaskitchen. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആണ്. ഓവനൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കേക്ക് ടിന്ന് റെഡിയാക്കുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്, 1/4 കപ്പ് കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്. നല്ല ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചൊക്കോവില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല ബ്രാൻഡാണ് കേട്ടോ. അത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂണ് വെനില എസൻസ് ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂണ് ബട്ടർ എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്ത ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 3/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ നല്ല ക്രീമി പരിവം ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോ നോക്കാം കേട്ടോ. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാലും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല. ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറേശ്ശെ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് ബേക്ക് ചെയ്യുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് നമുക്ക് കളയാം. ഒന്നെങ്കിൽ തട്ടിക്കളയാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളയാം. ഇനി ഒരു കുക്കറിലോട്ട് ഒരു തട്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കേക്ക് ടിന്നെ ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക. ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. കുക്കറിലോട്ട് നമ്മുടെ കേക്ക് ടിന്നെ ഇറക്കി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുക്കറിൻ്റെ മൂടി അടച്ചു കൊടുക്കുന്നുണ്ട്. വിസിൽ വേണ്ട, വാഷർ ഊരേണ്ട ആവശ്യവും ഇല്ല. 1 മിനിറ്റ്, കറക്റ്റ് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. 1 മിനിറ്റ് ആകുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. 35 മിനിറ്റ്സ് എങ്കിലും ആവാണ്ട് എന്തായാലും തുറന്നു നോക്കരുത്. അപ്പോൾ ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്നു നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഏതായാലും ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 40 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും എൻ്റെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ നിൽക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഒരു സ്ക്യൂർ വെച്ച് നോക്കുമ്പോൾ നല്ല ക്ലീൻ ആണ്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കറിൽ നിന്നും മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പിലോട്ട് വെക്കാം. ബേക്കായി കഴിഞ്ഞാൽ പിന്നെ കുക്കറിൽ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം നടുഭാഗം താഴ്ന്നു പോകും. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഡിമോൾഡ് ചെയ്തെടുക്കാനും കട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തന്നെ സ്പോഞ്ച് കിട്ടും കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം വേണം 3 ലേയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. പെർഫെക്റ്റ് ആയിട്ട് ലേയേഴ്സ് ആക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. ഇനി നമുക്ക് ഇതിനോട്ട് വേണ്ടുന്ന ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ചൂടായി വരുമ്പം ഇതിലോട്ട് 500 ml കപ്പിൽ 500 ml ചോക്ലേറ്റ് എടുക്കുക, ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ എത്രയാണോ നിങ്ങൾ ഫ്രഷ് ക്രീം എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ചോക്ലേറ്റ് എടുക്കുക കേട്ടോ. 1:2 റേഷ്യോയിൽ. എന്നിട്ട് ഈ ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. ഓൾറെഡി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോയിൽ ഇട്ടതാണ്.
അപ്പോൾ അതേ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഞാൻ ഇതിലോട്ട് ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ചോക്ലേറ്റ് എല്ലാം കൂടി ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഒട്ടും തരിയില്ലാണ്ട് വേണം മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഗനാഷ് റെഡി ആയിട്ടുണ്ട്, തരികളൊന്നുമില്ല. ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 1 kg കേക്കിലോട്ട് സാധാരണയായിട്ട് വേണ്ടി വരുന്നത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ, കൂടുതൽ ആവശ്യമായിട്ടില്ല. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഫിയോണയുടെ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റിച്ചിൻ്റെ സൺ വിപ്പ്, എക്സൽ വിപ്പ്, റിച്ച് ഗോൾഡ് ഒക്കെ എടുക്കുന്നുണ്ട്. സിൽവർ മാർക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏത് ക്രീമാണെന്നൊക്കെ. അപ്പോൾ ആ ഒരു ക്രീമൊക്കെ നല്ല ക്രീമാണ്, അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് ചോക്ലേറ്റ് ക്രീമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗനാഷ് ഇപ്പോൾ ഏകദേശം റൂം ടെമ്പറേച്ചറിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്രീമിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണല്ലോ, അപ്പോൾ അധികവും നമ്മൾ ഈ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് ഫുൾ ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഗനാഷ് ഇട്ട് കൊടുക്കണം കേട്ടോ ക്രീമിലോട്ട്. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പിൽ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിങ്സ് കൊടുക്കുക. ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി എല്ലായിടത്തും ഒരേപോലെ ലെവലാക്കിയിട്ട് നമുക്കിതിലോട്ട് വേണമെങ്കിൽ കുറച്ച് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് കേട്ടോ, മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയർ കേക്കും കൂടി വെച്ച് കൊടുത്തിട്ട് സെയിം പ്രൊസീജിയർ തന്നെ തുടരുക. സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഇതേപോലെ തന്നെ വെച്ചിട്ട് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തിട്ട് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ക്രം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐസിങ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പെർഫെക്ഷനിൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ക്രം കോട്ടിങ് ചെയ്യുന്നത്. ക്രം കോട്ടിങ് ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ നല്ല കട്ടിക്ക് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു കേക്കിൻ്റെ ക്രംസൊക്കെ ക്രീമിൽ കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതുപോലെ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ് കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്തിട്ട് പിന്നെ സെക്കൻഡ് കോട്ടിങ് കൊടുത്തിട്ട് ഒന്നും കൂടി ഐസിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യുന്ന വീഡിയോവും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് പോയി കാണാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിത് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒന്ന് ഷാർപ്പ് എഡ്ജസ് വരുത്തിയെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫുള്ളായിട്ട് ഗനാഷ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഫിനിഷിങ് ആവണമെന്നില്ല. അപ്പോൾ ഞാൻ കേക്ക് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ സെറ്റാവാൻ വെച്ചതിന് ശേഷം ഒരു വയർ റാക്കിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഗനാഷ് ഒഴിച്ചു കൊടുക്കുമ്പം ഒന്ന് കേക്ക് സെറ്റാവുന്നത് നല്ലതാണ് കേട്ടോ. ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗനാഷ് സെറ്റായിക്കോളും. അപ്പോൾ വയറാക്കിൻ്റെ മുകളിലോട്ട് ഇതുപോലെ സൂക്ഷിച്ചിട്ട് മാറ്റുക കേട്ടോ. ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഗനാഷ് ഇപ്പം ഒരു ചൂടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വിരൽ കൊണ്ട് തൊടുമ്പം സഹിക്കാൻ പറ്റുന്ന ചൂട് എന്ന് പറയുന്നില്ലേ, ആ ഒരു ചൂടോടെ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു ചൂടോടെ കേക്കിൻ്റെ ടോപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വയറാക്കി ജസ്റ്റ് അങ്ങും ഇങ്ങും ഒക്കെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തോട്ടും ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കോളും. നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ടോപ്പിലായിട്ട്. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തും ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഗനാഷൊക്കെ ആ വയറാക്കിലൂടെ താഴോട്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അടിയിൽ, ആ പ്ലേറ്റിലോട്ട് വീഴും. അപ്പോൾ നമ്മൾ ആ പ്ലേറ്റിൽ നിന്നും സ്പാറ്റില വെച്ചിട്ട് കോരി എടുത്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ഗനാഷ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഗനാഷ് ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമ്മൾ വീണ്ടും ഇത് എടുത്തിട്ട് ബേസിലോട്ട് മാറ്റാനായിട്ട് ജസ്റ്റ് ഇതുപോലെയൊക്കെ ടാപ്പ് ചെയ്തൊക്കെ കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ എക്സ്ട്രാ വന്നിട്ടുള്ള ഗനാഷൊക്കെ ആ ഒരു പ്ലേറ്റിലോട്ട് ഒലിച്ചിറങ്ങിക്കോളും. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബേസിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഗനാഷ് കിട്ടും. പിന്നെ ബേസ് ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാണ്ടാണ് വെച്ചിട്ടുള്ളത്, മറന്നുപോയതാണ്. ബേസ് ക്ലീൻ ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ബേസ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ബേസിലോട്ട് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഗ്രേറ്ററിൽ. ഇതിലോട്ട് കുറച്ച് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഗോൾഡ് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുകയാണ്.
എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ സൈഡിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ചോക്ലേറ്റ് ഡെക്കറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ വെച്ച് കൊടുത്തിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നോസിൽ വർക്ക് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഒരുപാട് പേര് ഈ കേക്കിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൈഡിൽ എന്ത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഡസ്റ്റ് പൗഡർ ഉണ്ടല്ലോ, നമ്മുടെ ഡസ്റ്റ് പൗഡർ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോഴും കാണാൻ നല്ല ഭംഗി തന്നെയാണ്. എന്നിട്ട് ബാക്കി വരുന്നതൊക്കെ ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് ഞാനിതിപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്ത കേക്കാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പം തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ആ ഗണേഷ് ഒന്ന് സെറ്റായാൽ മാത്രം മതി. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യാം. ഞാനിപ്പോൾ ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ട് ചെറിയൊരു ഹോളാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ കുറച്ചിങ്ങനെ ഒരു ക്രീമിൽ ഒരു ഫ്ലവേഴ്സ് പോലെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഫോണ്ടൻ്റ് ഫ്ലവേഴ്സ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, സ്റ്റാർസ്. ആ സ്റ്റാർസ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചിലത് ഞാൻ റെഡ് കളറിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചിലത് റെഡ് കളറിലോട്ട് ഗോൾഡ് ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതും കൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഗോൾഡ് പേൾസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ഡെക്കറേഷൻസും കൂടി നമ്മുടെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് സെയിൽ ചെയ്യാനുള്ള റേറ്റ് എന്ന് പറയുന്നത് 850 മുതൽ ഞാൻ കൊടുക്കുന്നുണ്ട്. 850 പിന്നെ എബോവ് ആണ്. നമുക്ക് വേണ്ട ഡെക്കറേഷൻസിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.